എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫഹീത്ത മന്തിയുടെ റെസിപ്പിയാണ്. വെറൈറ്റി ഫ്ലേവറിലുള്ള മന്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫഹീത്ത മസാലയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഒരു ഫഹീത്ത റൈസ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചിക്കനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഒരു സ്റ്റിക്ക് വല്ലതും വെച്ചിട്ട് നമുക്കിതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും തന്നെ നമുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ആ ഒരു ഫഹീത്ത മസാലയാണ്. അത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് മസാല എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണിത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ ഇതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പൊടി ചേർത്ത് കൊടുക്കാം, ഗാർലിക് പൗഡർ. ഇനി നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒനിയൻ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒനിയൻ പൗഡർ ഇപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഫഹീത്ത മസാല ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 125 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തിരപ്പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ചിക്കൻ കഷ്ണങ്ങൾ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫഹീത്ത മസാല ഇല്ലേ, ആ ഒരു മസാല ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചിക്കൻ സ്റ്റോക്കാണ്. ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റിൽ 2 എണ്ണം കാണുമല്ലോ, ആ ഒരു 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ലെസ് സാൾട്ട് വേണോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അഥവാ നിങ്ങൾ ഉപ്പുള്ള ചിക്കൻ ക്യൂബാണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ചിലപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ലേ, ചിക്കനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഉള്ളൊക്കെ വേകണം, അതുപോലെ തന്നെ പുറമേ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞും കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഞാനതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് ഇത് കണ്ടില്ല, ചിക്കൻ അത്യാവശ്യം നമുക്ക് പുറമേ ഒന്ന് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിൽ കിടന്ന് പൂർണ്ണമായിട്ട് വെന്ത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് ഇതിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ആ ഒരു ചിക്കൻ്റെ മസാല ഇതുപോലെ ചെറിയ ചെറിയ പൊടിയായിട്ട് ഒരു ഓയിലിൽ കാണും. അത് നമ്മളൊരു അരിപ്പ് തവി കൊണ്ട് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അത് കളയരുത്. അത് നമ്മൾ ലാസ്റ്റ് ഒരു ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 3 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി ഇളന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു 4-5 തവണ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. ഒരുപാട് സമയം നമ്മൾ കുതിരാൻ വെക്കണ്ട കേട്ടോ. മാക്സിമം ഒരു 15 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ ഇട്ടാൽ മതി. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത ആ ഒരു ഓയിലേക്ക് തന്നെ
ഇതുപോലെ 2 ചെറിയ സവാള ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. സവാള ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 കളറിലുള്ളതും വേണമെന്നൊന്നുമില്ല, ഗ്രീൻ മാത്രമാണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. 3 എണ്ണം ഒരു മീഡിയം സൈസ് ഉള്ളതായിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും പകുതി വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. ക്യാപ്സിക്കം അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഗാർലിക് പൗഡർ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് അല്ല കേട്ടോ, ടൊമാറ്റോ പേസ്റ്റ് വേണം നമ്മളിതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒരു 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ വെള്ളം വറ്റിച്ചിട്ടാണ് ഈ ഒരു റൈസ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ 3 കപ്പ് അളവിൽ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് സാധാരണ ചെയ്യുന്ന പോലെ 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പാക്കറ്റ് ചിക്കൻ സ്റ്റോക്കാണ്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞ് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു 10-15 മിനിറ്റ് കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ആ ഒരു അരി ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഏകദേശം 1 മിനിറ്റ് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിളച്ച് കയറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ ഈ ഒരു ചോറ് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമ്മളിതിൽ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു ചോറ് എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു കറക്റ്റ് പാകത്തിന് ചോറ് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു ചോറിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചിക്കൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇതിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുള്ളൊരു 2 ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ഒരു കനലിൽ നമ്മൾ വെച്ച് കൊടുത്താലും മതി. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ പുക വരാൻ തുടങ്ങും. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മൂടിയിൽ ഹോളൊന്നും ഇല്ലാത്തതാണ്. ഇനി നിങ്ങൾ എടുക്കുന്ന മൂടിയിൽ ഹോൾ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, ഒരു പുകയൊന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു പാൻ അടിയിൽ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തങ്ങ് മാറ്റാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ഫഹീറ്റ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫഹീറ്റ എന്ന് പറയുന്നത് ഒരു മെക്സിക്കൻ ഡിഷാണ്. നമ്മളിപ്പോൾ അറബിക് മന്തി ചെയ്യുന്ന രീതിയിൽ കുഴിയൊന്നും ഇല്ലാതെ നമ്മൾ മന്തി ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ റൈസാണ് കേട്ടോ ഇത്. ആ ഒരു ഫഹീറ്റ മസാലയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള മന്തികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായത് നമ്മൾ അൽഫാം മന്തി, പെരുവരി മന്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതുപോലുള്ള മന്തികളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൈസും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇവിടെ ഒരു റൈസിൻ്റെ കൂടെ സാധാരണ നമ്മൾ മന്തിക്ക് സെർവ് ചെയ്യുന്ന പോലെ തന്നെ തക്കാളി വെച്ചിട്ടുള്ളൊരു അറബിക് സാലഡും അതുപോലെ തന്നെ തൈരുമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി കൊണ്ടുള്ള ഈ ഒരു അറബിക് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ മന്തിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.